മലയോര കർഷകരുടെ കാലങ്ങൾ നീണ്ട വേദനകൾക്ക് ശക്തമായ പിന്തുണ നൽകി സംസാരിച്ച തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിലെ ക്രൈസ്തവരും ബി.ജെ.പിയും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ആലക്കോട് നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ പിതാവ് നടത്തിയ പ്രസംഗങ്ങൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളെ വിറളി പിടിപ്പിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബർ വിലയിടിവിനെ തുടർന്ന് കാലങ്ങളായി ദുരിതങ്ങൾ അനുഭവിക്കുന്ന മലയോര കർഷകരുടെ അണപൊട്ടിയ സഹനങ്ങളാണ് പാംബ്ലാനി പിതാവ് തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയതെന്ന് ആ പ്രസംഗം കണ്ടവർക്കും കേട്ടവർക്കും നന്നായിട്ടറിയാം. തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാത്ത ഒരു പ്രതിഷേധത്തിനും ജനാധിപത്യത്തിൽ വിലയില്ല എന്ന സത്യം ഓർക്കുക. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്നെടുക്കുക. റബ്ബറിന് 300 രൂപയാക്കി തങ്ങളെ സഹായിച്ചാൽ തങ്ങളും തിരിച്ചു സഹായിക്കാമെന്ന പാംബ്ലാനി പിതാവിന്റെ ഡിമാൻഡ് ടേക്കായ പ്രസംഗം മലയോര കർഷകരുടെ മുഴുവൻ വികാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളം ഭരിക്കുന്ന ഇടത് വലത് കക്ഷികൾ മലബാറിലെയും ഹൈറേഞ്ചിലെയും റബ്ബർ കർഷകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, തരം പോലെ പുറകിൽ നിന്ന് കുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലെ ബഫർ സോൺ വിഷയത്തിൽ വരെ അവർ അത് അനുഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെയാണ് പിതാവിൻ്റെ വാക്കുകൾ. മലയോര കർഷകരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് എന്ന് പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്തായാലും ക്രൈസ്തവർ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഇതാണ്: ആരെ സഹായിക്കണം, ആരെ പിന്തുണയ്ക്കരുത് എന്ന് ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം. അത് പഠിപ്പിച്ചു തരാൻ വിധത്തിൽ ക്രൈസ്തവർ അവരുടെ ബുദ്ധിയും യുക്തിയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പണയപ്പെടുത്തിയിട്ടില്ല. കത്തോലിക്ക സഭയ്ക്ക് ബി.ജെ.പിയോട് അയ്യത്തമാണെന്നും സഭയുടെ വോട്ടുകൾ തങ്ങൾ ഇടതർക്കും വലതർക്കും മാത്രം അവകാശപ്പെട്ടതാണെന്നും മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന ചില രാഷ്ട്രീയ ജമ്പുകന്മാരുടെ ദിവാസ്വപ്നം മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയം പറയുമ്പോൾ വടക്കോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള ദൂരദർശിനിയിലൂടെ മാത്രം ക്രൈസ്തവരെ കാണിച്ചിരുന്ന കാലം കഴിഞ്ഞു. കാരണം വടക്കോട്ട് നോക്കുന്നതിന് മുമ്പ് ക്രൈസ്തവർ തെക്കോട്ട് നോക്കി കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവരുടെ ന്യായമായ ആവശ്യങ്ങളെ പോലും അവഗണിച്ച് വോട്ട് നോക്കി തീവ്രവാദികളെ ഒപ്പം നിർത്തി ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പ്രീണന വോട്ട് ബാങ്ക് നീക്കങ്ങൾ ക്രൈസ്തവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് വടക്കോട്ട് മാത്രമല്ല, വേണ്ടി വന്നാൽ അതിനപ്പുറത്തേക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണുകൾ കവറേജ് ചെയ്യുന്നുണ്ട്. അഭയാർത്ഥികളായി വന്ന് പൊട്ടിത്തെറികളും വെടിവെപ്പും നടത്തി ക്രൈസ്തവ ഉന്മൂലനത്തിന് ലോകവ്യാപകമായി കളമൊരുക്കുന്നത് ആരാണെന്നും അവരെ വളർത്തുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ആരാണെന്നും ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് നന്നായി അറിയാം. ഇറാനിലും ഇറാഖിലും നൈജീരിയയിലും തുർക്കിയിലും അതങ്ങനെ നീളുകയാണ്. കഴിഞ്ഞ 50 ആണ്ടുകളായി LDFനെയും UDFനെയും മാറി മാറി ജയിപ്പിച്ച കേരളത്തിൽ ക്രൈസ്തവരോട് അവർ ഇന്നും വെച്ചു പുലർത്തുന്നത് കറ തീർന്ന ചിറ്റമ്മ നയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തങ്ങളെ സഹായിച്ചാൽ തിരിച്ച് സഹായിക്കാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രൈസ്തവർ ബി.ജെ.പിയെ അന്ധമായി പിന്തുണയ്ക്കുന്നു എന്നല്ല. ബി.ജെ.പിയുടെ ക്രൈസ്തവ വിരുദ്ധ നയങ്ങളെ എക്കാലവും ക്രൈസ്തവ സമൂഹവും സഭയും എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർക്കുകയും ചെയ്യും. അത്തരം നിലപാടുകൾ തിരുത്തി ക്രൈസ്തവരെ സഹായിക്കാൻ ബി.ജെ.പി തയ്യാറായാൽ തിരിച്ചും സഹായിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ബി.ജെ.പിയെ കാണിച്ച് പുലി വരുന്നേ എന്ന് പേടിപ്പിച്ച് ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ച ഇടതുമുന്നണി ഇന്ന് മുസ്ലിം തീവ്രവാദികൾക്ക് കേരളത്തെ അടിയറവ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും വേറെ. കാരണമില്ലാതെ ഇസ്ലാം തീവ്രവാദികൾ ക്രൈസ്തവരുടെ നെഞ്ചത്തോട് കയറിയപ്പോഴൊക്കെ നിശബ്ദത പാലിച്ചത് ഇടതർ മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെട്ട വലതരുമാണ്. അതിനാൽ ക്രൈസ്തവർക്കെതിരായുള്ള ബി.ജെ.പി അനുബന്ധ സംഘടനകളുടെ അസഹിഷ്ണുത മാറ്റിവെച്ച് ക്രൈസ്തവരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും മാനിക്കുകയും
അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാമെന്ന് BJP ഉറപ്പു തന്നാൽ BJPയെ സഹായിക്കുന്നതിൽ ക്രൈസ്തവർക്ക് യാതൊരു അയത്തവുമില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇടതു സർക്കാർ, പ്രത്യേകിച്ച് CPM എടുക്കുന്ന നിലപാടുകൾ ഭൂരിഭാഗവും ക്രൈസ്തവ വിരുദ്ധവും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതുമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇടതുപക്ഷ സംഘടനകൾ മുൻകൈയെടുത്ത് പ്രദർശിപ്പിക്കുന്ന കക്കുകളി എന്ന നാടകം. ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ആ നാടകത്തെ പിന്താങ്ങുന്ന CPMന് ക്രൈസ്തവരെ BJP ബന്ധം ആരോപിച്ച് കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയാണുള്ളത്? വിഴിഞ്ഞം സമരത്തിൽ സംഘപരിവാറിനോട് ചേർന്ന് ക്രൈസ്തവ സഭകളെ ആക്രമിച്ച CPMന് ലജ്ജയില്ലേ ഇന്നലെ പാമ്പ്ളാനി പിതാവ് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ സഭയെ വിമർശിക്കാൻ? CPM കടുത്ത ക്രൈസ്തവ വിരോധവും ക്രൈസ്തവ വിശ്വാസ അവഹേളനവും നടത്തുമ്പോൾ വേണ്ടത്ര അളവിൽ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി ശബ്ദിക്കാൻ കോൺഗ്രസും മടിച്ചു നിൽക്കുകയാണ്. കാരണം പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ. അതിനാൽ പാമ്പ്ളാനി പിതാവ് ഇന്നലെ പറഞ്ഞതുപോലെ ക്രൈസ്തവരെയും കർഷകരെയും സഹായിക്കുന്നവർക്ക് തന്നെയാകണം ഇനി ക്രൈസ്തവരുടെ വോട്ട്. അതായത് അയ്യത്തം കാണിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ക്രൈസ്തവർ മാറ്റി നിർത്തേണ്ട കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. കാരണം അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് ക്രൈസ്തവർക്കല്ല, ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ചില മത തീവ്ര സംഘടനകൾക്കും മാത്രം. ക്രൈസ്തവ സമുദായത്തിന്റെ കാലഘട്ടത്തിന്റെ ശബ്ദമായി മാറിയ പാമ്പ്ളാനി പിതാവിന് പിന്തുണയും അഭിനന്ദനങ്ങളും.